ഹലോ ഗൈസ്, എൻ്റെ കയ്യിൽ ഒരുപാട് മീൻ കളക്ഷൻസ് ഉണ്ട്. ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കാണിച്ചു തരാമെന്ന്. അപ്പം നമുക്കിന്ന് കുറച്ച് മീനിനെ കണ്ടാലോ. മീനിനെ കാണിച്ചു തരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു പൂമ്പാറ്റിനെ കാണുന്നത്. നല്ല രസം, നല്ല വെറൈറ്റി ആയിട്ട് കാണിച്ചു തരാം. പ്ലാസ്റ്റിക് പോലെ തോന്നും കേട്ടോ കാണുമ്പോൾ, നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട്. അപ്പം ഇതാണ് എൻ്റെ ഫൈറ്റേഴ്സ്. ഇത് മാത്രമല്ല കുറേ ഉണ്ട്. അപ്പം ഞങ്ങൾ ഭരണിയിൽ ഓരോന്നായിട്ട് ഇടുന്നതാണ്. എല്ലാം കൂടി ഒപ്പം എടുത്തിടാൻ പറ്റൂലല്ലോ. നമ്മളൊരു ഫൈറ്ററിനെ വാങ്ങിയിട്ട് ഇവിടെ വിരിയിപ്പിച്ചെടുത്തതാട്ടോ. ഭയങ്കര ചെറിയ മക്കളായിരുന്നു. ആ ടൈമിലൊന്നും ഇവർ തമ്മിലൊരു പ്രശ്നമില്ലേനു, നല്ല രീതിയിൽ പോയതാണ്. ഇപ്പോൾ ഇവർ വലുതായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു കൂടുന്നൊക്കെ ഉണ്ട്. അതായത് കുത്തുന്നുണ്ട്. മെയിലാണല്ലോ, ഫുള്ളും മെയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഇതിലേക്ക് മാറ്റിയ ടൈമിൽ നല്ലോണം നിൽക്കുന്നത് നോക്കണ്ട, അങ്ങനൊന്നും എല്ലാവരും. ഇതിന് ഷോപ്പിൽ പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മെയിലിനാണെങ്കിൽ 150, ഫീമെയിലിനാണെങ്കിൽ 90 രൂപയും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു മെയിലും ഒരു ഫീമെയിലും വാങ്ങിയിട്ട് നമ്മളാട്ടോ അങ്ങനെ ഭരണിയിൽ കാണുന്നതിനേക്കാളും ക്ലാരിറ്റി വെള്ളത്തിൽ ഗ്ലാസ്സിൽ വെച്ചിട്ടാന്ന് തോന്നി. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട്. ചിലതിനൊക്കെ കളറായി വരുന്നേ ഉള്ളൂ. എല്ലാം നീല കളറായിട്ട് തന്നെ ഉള്ളത്. ചിലത് നല്ല വലുതായിട്ടുണ്ട്, ചിലതാവുന്നേ ഉള്ളൂ. എല്ലാം ഒപ്പരം വിരിയിപ്പിച്ചതാണ്. പക്ഷെ ഇതെന്താ ഓരോന്നോരോ വലിപ്പം മനസ്സിലാവുന്നില്ല. ഒറ്റക്ക് വൈവെട്ടി വന്നവെന്നൊക്കെ പറയും പോലെ ആ മുകളിലോട്ട് പൊങ്ങി പോകുന്നതിന് നല്ല ഭംഗിയായിട്ടുണ്ട്. ബാക്കിയൊക്കെ തന്നെ ചെറുതാണ്, വരുന്നേ ഉള്ളൂ. ചിലത് ഇതിലും ചെറുതുണ്ട്. പക്ഷെ എല്ലാം ഒപ്പരാട്ടോ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചേ. ഇത് ചില്ലി മൊസൈക്കാണ്. ഇത് ജോഡിക്ക് 100 രൂപ വരുന്നതാണ്. നമ്മളിതുപോലെ 2 ജോഡി വാങ്ങിയിട്ട് ബാക്കി ഇവിടെ വിരിയിപ്പിച്ചതാണ്. ഇതിനൊക്കെ കുറച്ച് ടൈം ആട്ടോ, കാലാവധിക്ക് കുറച്ചേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. എല്ലാം അങ്ങനെ തന്നെ ആണല്ലോ. പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല രസം, അടിപൊളിയായിട്ടുള്ള മീനാട്ടോ. ആദ്യം ഞാൻ വാങ്ങുമ്പോൾ വിചാരിച്ച് ഇതിന് അന്ന് ഇത്ര വളർന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. എൻ്റെ വാലിൻ്റെ അവിടെ ഈ കളറൊന്നും ഇത്ര വന്നിരുന്നില്ല. അവൻ ഞാൻ വിചാരിച്ചത് ഇത് മറ്റേ ഫൈറ്ററിൻ്റെ പോലത്തെ ബ്ലൂ തന്നെ ആയിരിക്കുമെന്ന്. പിന്നെ മനസ്സിലായത് ഗപ്പി ഇനത്തിലുള്ള ആണിതെന്ന്. ചില്ലി മൊസൈക്ക് കേട്ടോ. ഈ ചില്ലി മൊസൈക്ക് എന്ന് പറഞ്ഞ ഒരു 5-6 ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് പെർപ്പിൾ ബ്ലൂ പറഞ്ഞ ഒരു ഐറ്റാണ്. നല്ല അടിപൊളി, കാണാനൊക്കെ ഒരുപോലെ ഉള്ളതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കളർ ചേഞ്ചിനാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയായിരുന്നു നമുക്ക് അന്ന് തോന്നിയത്. പക്ഷേ ഇന്ന് ഇതിങ്ങനെ വലുതായി വന്നപ്പോൾ നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മൾ ജോഡി വാങ്ങിയിട്ട് ബാക്കി ഇവിടെ വിരിയിപ്പിച്ചെടുത്തതാട്ടോ. ഇത് ജോഡിക്ക് 150 വരുന്നത്. നല്ല രസമാണ്. ഇതൊക്കെ നമുക്ക് ഗ്ലാസ് ബൗളിലൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇത് വരുന്നത് ബിഗ് ഇയറിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇത് ബിഗ് ഇയറിൻ്റെ കുട്ടികളാണ്. ഇത് പ്ലാറ്റിനോ ബിഗ് ഇയർ എന്ന് പറയുന്ന ഐറ്റാണ്. ഇതൊക്കെ ശരിക്കും വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ എന്താ പറയുക, ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും, അവർക്കൊരു വരുമാനം ആവും കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി വിൽക്കുക എന്ന് പറയും. ഇതൊരു ബ്ലൂ പ്രിൻറ്റ് പറഞ്ഞ ഒരു ഐറ്റം കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ഈ ടൈഗറിൻ്റെ ഒക്കെ പോലത്തെ റൗണ്ട് ആയിട്ടുള്ള ആ ഒരു ടൈപ്പാണ്. ഇത് മിക്സ്ഡ് ഗപ്പിയിലും വന്നതാട്ടോ. അതായത് ഇത് ഇവിടെ നമ്മൾ ഗപ്പികൾ ഒരുമിച്ചിട്ടിട്ട് ഉണ്ടായതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ഗപ്പികൾ ഇവിടെ ഇട്ടതായിരുന്നു. അപ്പം അങ്ങനെ ഒരുമിച്ചിട്ട് ഉണ്ടായതാണ്. ഇതിൻ്റെ അവകാശം ഉപ്പാണ് കേട്ടോ. ഉപ്പ പറയാം അത് എൻ്റെ മീനാണ്, ഞാൻ വിരിയിപ്പിച്ചെടുത്തതാന്നൊക്കെ പറയും. നല്ല രസമാണ്, നല്ല രസമാണ്. നമുക്ക് ഇതൊക്കെ ഒരു ഗ്ലാസ് ബൗളിലാണ് ഇട്ടെന്നുണ്ടെങ്കിൽ ഇതിലും രസമുണ്ടാവും. നമുക്ക് ഈ ഇട്ടിട്ട് കൊല്ലായിലൊക്കെ വെക്കാം. ഇത് ജോഡിക്ക് വരുന്നത് 60 രൂപ 80 രൂപ ഒക്കെ വരും കേട്ടോ. പിന്നെ ഈ ഗപ്പിനെ വളർത്തുന്നത് കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ, കൊതുക് കുറയും എന്നൊക്കെ പറയാം. ഇത് വരുന്നത് പ്ലാറ്റി കേട്ടോ. അതായത് ഇത് ജോഡിയാണ്. ഇതിൻ്റെ 2 ടൈപ്പ് ഇവിടെ വരുന്നുണ്ട്. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണ്. ഇത് ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി വിരിയിപ്പിച്ചെടുക്കണം. ഇത് ജോഡിക്ക് ഒരു 120 രൂപ ഒക്കെ വരും. ഇത് വേറെ ടൈപ്പ് പ്ലാറ്റിയാണ്, അതായത് വേറെ കളർ പ്ലാറ്റി. ഇവർ രണ്ടും ഒന്ന് ഫീമെയിലും ഒന്ന് മെയിലും. നേരത്തെ കാണിച്ചത് ഒരു ജോഡി, ഇത് വേറെ ജോഡി കേട്ടോ. അത് ഫുൾ ബ്ലാക്ക് ആയിട്ട് വാലിൻ്റെ അവിടെ റെഡ് ആയിരുന്നു. ഇത് റെഡ് കളറായിട്ട് വാലിൻ്റെ അവിടെ ബ്ലാക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരു 120 രൂപ ഒക്കെ വരും. പിന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള അനുസരിച്ച്, അതായത് ഇതിൻ്റെ ഡാർക്ക് കളറാകുമ്പോൾ വില കൂടും, കളർ കുറഞ്ഞതാണ് വില കുറയും. ഇതിൻ്റെയൊക്കെ കളറിലാണ് വില നിശ്ചയിക്കുന്നത് കേട്ടോ. ഇത് SK കാർപ്പ് കേട്ടോ. കോഴിക്കാർപ്പ് പോലെ തന്നെ, പക്ഷെ ഇതിന് പുള്ളികൾ ഉണ്ടെങ്കിലേ കുറച്ചുകൂടി കാണാൻ രസവും. ഇത് തീറ്റ തിന്നും, പക്ഷേ അങ്ങനെ ചെമ്മീൻ പൊടി അങ്ങനത്തെ ഒന്നും തിന്നൂല. പിന്നെ ഇതിന് ഏറ്റവും ഇഷ്ടം പായലാണ്, അതാണ് കൂടുതൽ ഇത് തിന്നുക. ആദ്യമൊക്കെ വെള്ളത്തിൽ ഫിൽറ്ററൊക്കെ വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ ആമ്പൽ നന്നായിട്ട് ഫിൽറ്റർ ചെയ്യുമല്ലോ വെള്ളം. അപ്പോൾ പിന്നെ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് പിന്നെ ഈ കോഴിക്കാർപ്പും SK കാർപ്പും തിന്നും. SK കാർപ്പിന് ജോഡിക്ക് 700 വരുന്നുണ്ട്. നോർമൽ കോഴിക്കാർപ്പാണെന്നുണ്ടെങ്കിൽ അതിന് ജോഡിക്കൊരു 80-100
ആ ഒരു റേഞ്ച്. ഈ SK കാർപ്പിനാട്ടോ വില കൂടുതൽ. ആളിങ്ങനെ ഭയങ്കര രസമുണ്ട്, നല്ല എന്താ പറയുക, ഒറ്റ സിംഗിൾ കളറായിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ല റെഡിക്ക് കാണും. കാർപ്പ് ചിലപ്പോഴൊക്കെ ഗപ്പിനെ തിന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തിന്നു പോവുകയാണെങ്കിലൊക്കെ ഇതിന് നല്ലതല്ല. പിന്നെ ഇതിന് നമ്മൾ ഫുഡ് വാങ്ങുമ്പോൾ നല്ല പ്രോട്ടീനായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെ വാങ്ങണം. നമ്മൾ പൈസൻ്റെ വിചാരിച്ച് ചെറിയ ഫുഡൊന്നും വാങ്ങാൻ പാടില്ല. പിന്നെ ഈ കാർപ്പിന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കുളത്തിൽ നിൽക്കുന്നതാട്ടോ. ചെറിയ ബൗളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് സ്പേസിൽ, അതായത് കുളം, വലിയ ബൗള്, അങ്ങനത്തെ വലിയ കുറി, അങ്ങനത്തേലൊക്കെ ആകുമ്പോൾ ഇതിനിങ്ങനെ നീന്തി കളിക്കാനും എല്ലാത്തിനും നല്ല സ്പേസ് ഉണ്ടാവും. അങ്ങനത്തേലാകുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, ഒരുപാട് കാലം ഉണ്ടാവും ചെയ്യും. പിന്നെ നല്ല വലിപ്പം വെക്കും കേട്ടോ. വലിപ്പം വെച്ച് കഴിഞ്ഞാലൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും നമുക്ക് ഫുഡ് വാങ്ങുകയൊക്കെ ചെയ്യും. നമുക്ക് അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.